LDF കൺവീനർ ഇ.പി. ജയരാജനെതിരെ സിപിഐ സംസ്ഥാന കൗൺസിലിൽ അതിരൂക്ഷ വിമർശനം. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ ഇ.പി. ജയരാജൻ അർഹനല്ലെന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള സംസ്ഥാന കൗൺസിലിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. ഇ.പി. ജയരാജനെതിരെ സിപിഐ സംസ്ഥാന കൗൺസിലിൽ അംഗങ്ങൾ ആഞ്ഞടിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ ഇ.പി. ജയരാജൻ അർഹനല്ല. ജയരാജന്റേത് മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനം. ഇ.പിയുടെ ബി.ജെ.പി. ബന്ധവിവാദം അത്ര നിഷ്കളങ്കമല്ല. ഇ.പി. ജയരാജനെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് സിപിഐ നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നും കുറ്റപ്പെടുത്തലുകളുണ്ടായി. മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം പ്രായോഗികമല്ലെന്നായിരുന്നു സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന മറ്റൊരാക്ഷേപം. പിണറായി വിജയൻ അങ്ങനെയാണ്. വേണ്ട നടപടി സിപിഐഎം എടുക്കട്ടെയെന്നും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞു. നവകേരള സദസ്സിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. നവകേരള സദസ്സ് ദയനീയ പരാജയമായി. LDF ജാഥ നടത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമായിരുന്നു. സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ലെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു. തൃശൂർ മേയറെ മാറ്റാൻ മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. പാർട്ടിയിലെ മന്ത്രിമാർ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറണമെന്നായിരുന്നു അഭിപ്രായം. സംഘടനാ പ്രവർത്തനവും ഭരണവും ഒരുമിച്ച് നടക്കില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാകുന്ന സംസ്ഥാന കൗൺസിൽ ഇന്ന് അവസാനിക്കും. 24 തിരുവനന്തപുരം.